അവൻ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ തനിക്കൊരു ജീവിതമില്ല എന്ന് തന്നെ ഉറപ്പിച്ചു അവൾ. കാരണം അൺഎക്സ്പെക്റ്റഡായി കിട്ടിയതാണെങ്കിലും ആ കുഞ്ഞിനെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൾ അത്ര സ്നേഹിച്ചിരുന്നു. ഉച്ചയ്ക്ക് സിദ്ധു വരുമ്പോൾ കാണുന്നത് എന്തോ കാര്യമായി ആലോചിച്ച് ബാൽക്കണിയിലെ ഊഞ്ഞാലിൽ ഇരിക്കുന്ന സച്ചുവിനെയാണ്. അവനെ കണ്ടപ്പോൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണു നിറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് മുഖത്തേക്ക് പോലും നോക്കാനാകാതെ തലകുനിച്ച് നിൽക്കുന്ന പെണ്ണിനെ കണ്ട് കാര്യം മനസ്സിലാകാതെ അവൻ സച്ചുവിൻ്റെ അടുത്തിരുന്നു. സച്ചു, എന്താ പറ്റിയേ? നീ എന്തിനാ കരഞ്ഞത്? സിദ്ധു അടുത്തിരുന്ന് ചോദിച്ചപ്പോൾ ഇനിയും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന പോലെ അവൻ്റെ നെഞ്ചിൽ തന്നെ തൻ്റെ വിഷമമെല്ലാം കരഞ്ഞു തീർത്തു. കാര്യം എന്താ എന്ന് മനസ്സിലായില്ല എങ്കിലും സിദ്ധു ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചു. കരഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് കാര്യം പറ ഭാര്യയെ. സമയം കുറേയായി നീ ഇങ്ങനെ നിൽക്കുന്നു. വെറുതെ എന്നെ ടെൻഷൻ പിടിപ്പിക്കില്ലേ സച്ചു. കാര്യം പറഞ്ഞ കണ്ണേട്ടൻ എന്നോട് ദേഷ്യപ്പെടുമോ? ദേഷ്യം എന്തിന്? ദേഷ്യപ്പെടില്ല എങ്കിൽ ഞാനൊരു കാര്യം കാണിക്കാം. ഇതും പറഞ്ഞ് ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞൊരു ചെറിയ പെട്ടി സാക്ഷി സിദ്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്താ എന്നറിയാനുള്ള ആകാംക്ഷയിൽ അത് തുറന്ന് അവൻ കണ്ടത് പ്രഗ്നൻസി കാർഡിൽ കണ്ട 2 പിങ്ക് ലൈനാണ്. സത്യമാണോ എന്ന രീതിയിൽ അവൻ സച്ചുവിനെ നോക്കിയതും അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി. വേണ്ട എന്ന് പറയലേ കണ്ണേട്ടാ, എനിക്ക് സഹിക്കില്ല. നമ്മുടെ കുഞ്ഞല്ലേ. സ്വന്തം കുഞ്ഞിനെ വേണ്ട എന്ന് പറയാൻ മാത്രം ദുഷ്ടനാണോ പെണ്ണെ ഞാൻ? സച്ചുവിനെ ചേർത്ത് പിടിച്ചത് പറയുമ്പോൾ സിദ്ധുവിൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു. സത്യാണോ പറഞ്ഞത് എന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സാക്ഷിയെ ഒന്നുകൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ. നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ പ്രണയത്തിൻ്റെ അടയാളം. നിന്റെ ഹെൽത്ത് ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? കോളേജും കാര്യങ്ങളും എല്ലാം നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോൾ എൻ്റെ സച്ചൂട്ടൻ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി, കേട്ടല്ലോ. വെറുതെ ടെൻഷൻ കയറി നമ്മുടെ ബേബിയെ സാഡാക്കരുത്. പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടേ? പോകണം. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കാം ഇപ്പോൾ ഡോക്ടറുണ്ടോ എന്ന്. അതും പറഞ്ഞ് അവളെ അടർത്തി മാറ്റി ഫോൺ ചെയ്യാൻ പോയപ്പോൾ ഒന്നുകൂടി സാക്ഷി സിദ്ധുവിനെ ചേർത്ത് പിടിച്ചു. കാര്യം മനസ്സിലായി എന്ന പോലെ സിദ്ധു അവളെ പിടിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഡോക്ടർ വൈകിട്ട് വരെ അവിടെയുണ്ട്, നീ വാ, നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോഴേക്കും വിച്ചുവും കോളേജിൽ നിന്ന് വരും. സിദ്ധാർത്ഥ് സാർ, എന്താണ് സാറിനെ പെട്ടെന്ന് വിളിച്ച് കാണണമെന്ന് ചോദിച്ചത്? എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി വന്ന സിദ്ധുവിനെ നോക്കി ഗൈനക്കോളജിസ്റ്റ് ഗീത ആയിരുന്നു. ഇത് എൻ്റെ വൈഫാണ് സാക്ഷി. 2 ദിവസം കൊണ്ട് ഇവൾക്ക് ആകെ ഒരു ക്ഷീണം പോലെ. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് പോസിറ്റീവ്. അപ്പോൾ പിന്നെ താമസിക്കാതെ തന്നെ ഡോക്ടറിനെ കാണാമെന്ന് വെച്ചു. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. വൈഫിന് എത്ര വയസ്സുണ്ട് സാർ? 19. ആളുടെ ഹെൽത്ത് ഓക്കെയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പ്രഗ്നൻസിയുടെ കുറച്ച് പ്രശ്നങ്ങൾ ആദ്യത്തെ 3 മാസം കാണും. തലകറക്കവും ക്ഷീണവും ഛർദിലും മറ്റും. ഇത് തുടക്കമല്ലേ, നന്നായി കെയർ ചെയ്യണം. പിന്നെ വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, തൽക്കാലം അതുമാത്രം കഴിച്ചാൽ മതി. കോളേജിൽ പോകാമോ ഡോക്ടർ? കോളേജിലൊക്കെ പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല, പക്ഷേ നന്നായി ശ്രദ്ധിക്കണമെന്ന് മാത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ എന്നെ വിളിച്ചാൽ മതി. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു ഡോക്ടർ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും സാക്ഷിയുടെ മുഖത്തെ ആശ്വാസം കണ്ട് സിദ്ധുവിന് ചിരി വന്നു. നീ എന്തിനാ സച്ചു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു കണ്ണേട്ടാ, എന്തെങ്കിലും കുഴപ്പം കാണുമെന്ന് ഡോക്ടർ പറയുമോ എന്ന്. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. നിനക്ക് എന്തെങ്കിലും വേണോ? സാധാരണ പ്രഗ്നൻ്റ് ആയാൽ മാങ്ങയും മസാലദോശയും ഒക്കെ വേണമെന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് ചോദിച്ചതാണ്. ആവോ, ഇപ്പോൾ എനിക്കൊന്നും വേണ്ട, ഒന്ന് കിടന്നാൽ മതി, വീട്ടിലേക്ക് പോകാം. വൈകിട്ട് വിച്ചു വന്നപ്പോൾ വീട്ടിലുള്ള പതിവില്ലാത്ത നിശബ്ദത കണ്ട് ആദ്യമൊന്ന് പേടിച്ചെങ്കിലും അകത്തേക്ക് കയറിയ ചെക്കൻ കണ്ടത് ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ചെറിയ കേക്കാണ്. അടുത്ത് തന്നെ സിദ്ധുവും സാക്ഷിയുമുണ്ട്. കാര്യം മനസ്സിലാകാതെ അവൻ അവരെ 2 പേരെയും മാറി മാറി നോക്കിയപ്പോൾ സിദ്ധു സാക്ഷിയെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു. ഇന്ന് നിങ്ങൾ 2 പേരുടെയും പിറന്നാളല്ല, ആനിവേഴ്സറി കഴിഞ്ഞു. പിന്നെന്തിനാ ഈ കേക്ക് ലഡു ഒക്കെ? സന്തോഷം വന്നാൽ മധുരം കഴിക്കുന്നത് നല്ലതല്ലേ വിച്ചുവേട്ടാ? എടാ കണ്ണാപ്പി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, ഒന്ന് കാര്യം പറ. നിനക്ക് കൊച്ചച്ഛനായിട്ട് പ്രമോഷൻ കിട്ടിയടാ ചെക്ക, അല്ലാതെ വേറെ ഒന്നുമല്ല. സന്തോഷമുള്ള കാര്യമല്ലേ, അപ്പോൾ പിന്നെ കേക്ക് വാങ്ങാമെന്ന് തോന്നി. ആദ്യം സിദ്ധു പറഞ്ഞതൊന്നും മനസ്സിലായില്ല എങ്കിലും
ഒന്നുകൂടി ആലോചിച്ചപ്പോഴാണ് ചെറുക്കിന് കാര്യം കത്തിയത്. സത്യാണോ എന്ന രീതിയിൽ സാക്ഷിയെ നോക്കിയപ്പോൾ അവിടെ നിറചിരി. രാത്രി ക്ഷീണം കാരണം സച്ചു നേരത്തെ ഉറങ്ങിപ്പോയി. അവളെ നന്നായി പുതപ്പിച്ച് ഹാളിലേക്ക് ഇറങ്ങിയ സിദ്ധു കാണുന്നത് കാര്യമായി എന്തോ ബാൽക്കണിയിൽ നിന്ന് കായലിലേക്ക് നോക്കി ആലോചിക്കുന്ന വിച്ചുവിനെയാണ്. സിദ്ധു അവൻ്റെ പുറകിൽ പോയി നിന്നിട്ട് കൂടി ചെക്കനൊന്നും അറിഞ്ഞില്ല. എന്താ മോനൂസ് ഇത്ര ആലോചന? ആരെങ്കിലും കയറിയോ ഈ മനസ്സിലെ? തമാശ പോലെയാണ് സിദ്ധു ചോദിച്ചത് എങ്കിലും തെളിച്ചമില്ലാത്തൊരു ചിരിയായിരുന്നു അതിന് മറുപടി. എന്താ മോനെ, നീ കാര്യം പറ. അമ്മാളുവിന് വാവ വന്നാൽ പിന്നെ ഏട്ടന് എന്നോടുള്ള സ്നേഹം കുറയുമോ? പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകുമോ? വിച്ചു, നീ എന്താ പറയുന്നത് എന്ന് ആലോചിച്ചാണോ നീ പറയുന്നത്? എനിക്കെന്തോ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കല്ലേ. സച്ചു വന്നിട്ടെന്താ നിന്നോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞോ? ഇല്ലല്ലോ. നീ എൻ്റെ പൊന്നു മോനല്ലേ. കൊച്ചു പിള്ളേരെ പോലെ വെറുതെ ഓരോ കാര്യം ഇങ്ങനെ ആലോചിക്കും. നിന്റെ അമ്മാളു കേൾക്കണ്ട, അവൾക്ക് പിന്നെ അത് മതി. കുറച്ച് ദിവസം അവൾ കോളേജിൽ പോകാതെ ഇവിടെ നിൽക്കട്ടെ, ക്ഷീണം കാണും. ഇവിടെ നിന്നാ ഏട്ടൻ ഓഫീസിൽ പോകില്ലേ? പിന്നെ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മാളു എൻ്റെ കൂടെ കോളേജിൽ വരട്ടെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ നോക്കാം. അവൾക്ക് എന്തെങ്കിലും ക്ഷീണം വന്നാലോ? അതിനല്ലേ സിക്ക് റൂം. അതും പോരെങ്കിൽ ഞാൻ ഏട്ടൻ്റെ ഓഫീസ് റൂം തുറക്കും. ബോർഡ് വെച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ, കീ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞതൊന്നും അമ്മാളുവിനോട് പറയല്ലേ. എനിക്കിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ്, സോറി. ഇനി ഇങ്ങനെയൊന്നും നീ പറയരുത്. പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും, കേട്ടല്ലോ? ആ പിന്നെ നാളെ മുതൽ ഓഫീസിൽ ഓടിയിൽ പോകുന്ന പരിപാടി നിർത്തിക്കോ. ഞാൻ എടുക്കുക കാറ്. നിനക്കെന്തിനാ കോളേജിൽ പോകാൻ അതൊക്കെ? ഇവിടെ സാധാ കാറില്ലേ? അമ്മാളുവിനെ കൊണ്ട് ഞാനിനി അതിലൊന്നും കയറില്ല. അല്ലെങ്കിൽ പുതിയൊരെണ്ണം ബുക്ക് ചെയ്യാം. എൻ്റെ ബേബിയുടെ സേഫ്റ്റി എനിക്ക് നോക്കണം. വിച്ചു, നീ ഓവറാവല്ലേ. ഈ നാട്ടിലുള്ളവരെല്ലാം ഓടിയിലല്ല നടക്കുന്നത്, സാധാ കാറിലാണ്. അവർക്കും ഒന്നുമില്ലാത്ത എന്ത് കുഴപ്പമാണ് സച്ചുവിന്? ഞാൻ ഓവറൊന്നും അല്ല. ഏട്ടൻ എന്തായാലും അത് അമ്മാളുവിന് ഗിഫ്റ്റ് വാങ്ങിയതല്ലേ. പിന്നെ ഏട്ടൻ എന്തിനാ അതുകൊണ്ട് നടക്കുന്നത്? കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. നാളെ മുതൽ കാറ് എൻ്റെ കയ്യിൽ. പിന്നെ ആഷ് സാറ് കാണുമെന്നുള്ളതാണ് പേടിയെങ്കിൽ എനിക്ക് വെറും പുല്ലാണ്. അവൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നത് എടുത്തല്ല നമ്മൾ വണ്ടി വാങ്ങിയത്. അപ്പോൾ പിന്നെ അത് അവനെ ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാതെ നാളെ മര്യാദയ്ക്ക് കാറിൻ്റെ കീ ഇവിടെ വെച്ചിട്ട് പോകണം. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ കയറി വരും. വെറുതെ സീനാക്കുന്നത് എന്തിനാ? നീ എന്നെ കൂടുതൽ പേടിപ്പിക്കണ്ട. കാറല്ലേ, നാളെ നീ എടുത്തു. പക്ഷേ എൻ്റെ പെണ്ണിനെ നന്നായി നോക്കണം. പിന്നെ നോക്കാതെ, ഇത്രയും നാളും ഞാൻ തന്നെയല്ലേ നോക്കിയത്, അതുപോലെ ഇനിയും നോക്കും. എന്നിട്ട് ബേബി വരുമ്പോൾ ഞാനും ബേബിയും ടീമാകും, നോക്കിക്കോ. അതൊക്കെ അപ്പോഴല്ലേ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കിടക്കാൻ പോവാ. ഏട്ടൻ കിടക്കുന്നില്ലേ? എന്തെടുക്കാൻ പോവാ? എനിക്ക് കുറച്ച് ഫയൽ നോക്കണം. പിന്നെ കിച്ചു ചേട്ടനെ ഒന്ന് വിളിക്കണം. നീ പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താടാ സിദ്ധു നീ ഈ രാത്രിയിൽ വിളിക്കുന്നത്? നാളെ എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞ് നീ തന്നെയല്ലേ വൈകിട്ട് മെസ്സേജ് ഇട്ടത്? കിച്ചേട്ടാ, നിങ്ങൾ ഫ്രീ ആണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ പറ മോനെ. ഓഫീസ് കാര്യം ഒന്നും ഇനി എനിക്ക് നോക്കാൻ വയ്യ. അതെല്ലാം അച്ചു ഇരുന്ന് നോക്കുന്നു. ഇന്ന് വിച്ചു എന്നോടൊരു കാര്യം പറഞ്ഞു ചേട്ടാ. വിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ കിച്ചുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കേട്ടത് ഒരു പൊട്ടിച്ചിരിയായിരുന്നു. എന്തിനാ ഈ ചിരിക്കുന്നേ? ഞാൻ കാര്യമായി പറഞ്ഞതാ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? സച്ചുവിനോട് പറയാനും പറ്റില്ല. പെണ്ണ് പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷനാകും. ഇതിപ്പോൾ വിച്ചുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നീ കുഞ്ഞിനെ വേണ്ട എന്ന് പറയോ സിദ്ധു? കിച്ചൻ പെട്ടെന്ന് ചോദിച്ചതും സിദ്ധു വല്ലാതെയായി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുമോ ഏട്ടാ? അതാണ്, സ്വന്തം കുഞ്ഞിനെ വേണ്ട എന്ന് പറയാൻ ലോകത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും പറ്റില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ 1000 സ്വപ്നങ്ങൾ നീ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഞാനും ആ അവസ്ഥയിലൂടെ കടന്നു വന്നതാണ്. വിച്ചുവിന് അവൻ്റെ ഉള്ളിൽ പേടിയാണ്. ആ കുഞ്ഞ് വന്നാൽ പിന്നെ ചേട്ടൻ്റെ സ്നേഹം കുറയോ, അമ്മാള് തന്നെ തള്ളി പറയോ, അങ്ങനെയൊക്കെയുള്ള പേടി. ആ പേടി മാറ്റേണ്ടത് നീ തന്നെയാണ്. സാക്ഷിയെ ശ്രദ്ധിക്കുന്ന സമയം തന്നെ വിച്ചുവിനെയും ചേർത്ത് പിടിക്കണം. അവർ 2 പേർക്കും നീ മാത്രമുള്ളൂ. സാക്ഷിക്ക് എന്തിനും കൂട്ട് ദീക്ഷിതുണ്ട്. പക്ഷെ വിച്ചു, അവന് നീ മാത്രമാണുള്ളത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടാതെ മോൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്നിട്ട് ഫയൽ നിനക്ക് നാളെ കൊണ്ടുവരാൻ പറ്റില്ല എങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി. സൺഡേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ ഫയൽ വാങ്ങാം. ചേച്ചിയും മക്കളും എവിടെ?
മക്കള് യുദ്ധം കഴിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മടി. അവള് ഫയൽ നോക്കുന്നു, ഞാൻ അവളെയും നോക്കിയിരിക്കുന്നു. കിച്ചൻ പറഞ്ഞതും അറിയാതെ തന്നെ സിദ്ധു ചിരിച്ചുപോയി. ഗുഡ് നൈറ്റ് ചേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ഞാൻ. അടുത്ത ദിവസം വിച്ചുവിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് സിദ്ധുവിനൊരു പേടി ഉണ്ടായിരുന്നുവെങ്കിലും വിച്ചുമോൻ സാക്ഷിയെ പൊന്നുപോലെ നോക്കാൻ തുടങ്ങി. സിദ്ധുവിനോട് അടിയിട്ട് പുതിയ കാറിൻ്റെ കീ സ്വന്തമാക്കി. രാവിലെയും വൈകിട്ടും വിച്ചുവായി സാക്ഷിയുടെ ഡ്രൈവർ. കോളേജിൽ വെച്ച് ആഹാരം വേണ്ട എന്ന് വാശി പിടിക്കുന്ന സച്ചുവിന് ആഹാരം വാരിക്കൊടുത്തും ഛർദ്ദിക്കുമ്പോൾ പുറം തടവിയും സച്ചുവിൻ്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നും ശരിക്കും സിദ്ധുവിനേക്കാൾ വിച്ചു അവളെ പൊന്നുപോലെ നോക്കി. കോളേജിൽ ഇതിൻ്റെ പേര് പറഞ്ഞ് പല മുറുമുറുപ്പും ഉണ്ടെങ്കിലും അവർ രണ്ടും അതിന് പുല്ലുവിലയാണ് കൊടുത്തത്. ആയുഷ് അവരെ കണ്ടുവെങ്കിലും ഒന്നും ചോദിക്കാനോ പറയാനോ പോയില്ല. ഇടയ്ക്ക് സാക്ഷിയെ കാണുമ്പോൾ ചെറിയ ചിരി, അത്രമാത്രം. ഇതുകൂടി ഒന്ന് കഴിക്കമ്മാളൂ. നാളെ സ്വന്തം ചേട്ടൻ്റെ കല്യാണമാണ്. അതിന് സ്റ്റേജിൽ നിന്ന് ഷൈൻ ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും ആരോഗ്യം വേണം. ദീക്ഷിതിൻ്റെ കല്യാണം കൂടാൻ സച്ചിയുടെ വീട്ടിലാണ് വിച്ചുവും സാക്ഷിയും. സിദ്ധുവിന് ഓഫീസ് മിസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സാക്ഷിയുടെ കൂടെ വിച്ചുവിനെ ഒരാഴ്ച മുൻപ് വിട്ടു. എന്നും വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് സിദ്ധു നേരെ ദീക്ഷിതിൻ്റെ വീട്ടിലേക്ക് പോകും. ഇതിനിടയിൽ ആരും തന്നെ സച്ചുവിൻ്റെ അമ്മയും അച്ഛനും ആരും അവന് എന്താ ജോലിയെന്നോ എവിടെയാണ് താമസമെന്നോ ചോദിച്ചില്ല. ഒരിക്കൽ മാത്രം അവനോട് പറഞ്ഞ ബിസിനസ് ഇപ്പോൾ മോശമാണെന്ന്. സിദ്ധു അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനും പോയില്ല. എനിക്ക് വേണ്ട വൈച്ചു, ഛർദ്ദിക്കും ഞാൻ. ലോകത്തുള്ള ഗർഭിണികൾ ആരും ആഹാരം കഴിക്കാതെ നിൽക്കുമല്ലേ? കഴിച്ചിട്ട് ഛർദ്ദിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഒന്നും കഴിക്കാതിരിക്കല്ലേ പ്ലീസ്. വിച്ചു കെഞ്ചി പറഞ്ഞതും സാക്ഷി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എനിക്ക് സത്യമായിട്ടും വേണ്ടടാ. ഒരു കരിക്കിട്ട് തരുമോ? നല്ല ക്ഷീണമുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇനി ഞാൻ നീ തരുന്നത് എന്നും കഴിക്കാം, അല്ലെങ്കിൽ വാവ കൊച്ചച്ഛനോട് പിണങ്ങും. അവസാന ശ്രമം പോലെ സാക്ഷി പറഞ്ഞതും വിച്ചു അവളുടെ വയറ്റിലേക്ക് കൈകൾ ചേർത്തു. അങ്ങനെ കൊച്ചച്ഛൻ്റെ മോൻ എന്നോട് പിണങ്ങത്തൊന്നുമില്ല. പിന്നെ അമ്മാളുവിന് കരിക്ക് വേണമെങ്കിൽ ഞാൻ പോയി ഇട്ടുകൊണ്ട് വരാം. പറ്റിയില്ലെങ്കിൽ കടയിൽ പോയി വാങ്ങാം. കണ്ണാപ്പി വരാൻ രാത്രിയാകില്ലേ? അല്ലട ചെക്ക, ഇവളുടെ വയറ്റിലുള്ളത് അതിന് നിന്റെ കുഞ്ഞാണോ? നീ സാക്ഷിയുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ കൊടുക്കാൻ? അവളുടെ കെട്ടിയോനില്ലല്ലോ ഇത്ര ഉത്തരവാദിത്തം. അവിടേക്ക് കയറി വന്ന ആയുഷിൻ്റെ അമ്മ പറഞ്ഞതും വിച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കല്യാണത്തിന് വന്ന ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടതും പറയാൻ വന്ന കാര്യം അവൻ വേണ്ട എന്ന് വെച്ചു. ഏതു നേരവും ഈ പെണ്ണിൻ്റെ കൂടെ നീയാണല്ലോ. അവളുടെ കെട്ടിയോൻ ആ സ്ഥാനം നിനക്ക് തന്നോ? അവർ വിടാൻ ഭാവമില്ലായിരുന്നു. ദേഷ്യം അതിൻ്റെ ടോപ്പിലെത്തിയ വിച്ചു തിരിച്ചു പറയാൻ പോയതും ആയുഷിൻ്റെ മറുപടി വന്നു. ഒരു പ്രശ്നവും ഇല്ലാത്ത വീട്ടിൽ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കല്ലേ അമ്മേ. സച്ചിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാ എന്നറിഞ്ഞിട്ട് അമ്മയ്ക്കിപ്പോൾ എന്താ? പിന്നെ എന്തും കിടന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, അവളിന്ന് ഒരു ഭാര്യ മാത്രമല്ല, ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ തയ്യാറെടുക്കുന്നവളാണ്. വെറുതെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ നിൽക്കാതെ അമ്മ വന്ന കാര്യം എന്താ എന്ന് വെച്ചാൽ നടത്തിയിട്ട് വാ, ഞാൻ കാറിൽ കാണും. ദേഷ്യത്തോടെ ആയുഷ് പറഞ്ഞതും പിന്നെ ഒരു വഴക്കിന് നിൽക്കാതെ അവർ അകത്തേക്ക് കയറി. കല്യാണ ദിവസം സിദ്ധുവിൻ്റെ കൂടെ തന്നെയായിരുന്നു സാക്ഷി. എന്തിനും ദീക്ഷിത് അവരെ ചേർത്ത് പിടിച്ചെങ്കിലും അച്ഛനും അമ്മയും ഇപ്പോഴും അകലം പാലിച്ചു തന്നെ. അതുകൊണ്ട് തന്നെ സിദ്ധു അധികവും സൈലൻ്റ് ആയിരുന്നു. അവരെന്തിനാണ് തന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല. സാക്ഷിയോട് ആവശ്യത്തിന് സംസാരമുണ്ട്, എങ്കിലും മരുമോൻ എന്നുള്ളൊരു പരിഗണന പോലുമില്ല. അങ്ങനെ ഒരാൾ പോലും ആ വീട്ടിലില്ലാത്തതുപോലെയാണ് പെരുമാറ്റം. വിച്ചുവിനെ പിന്നെ കണ്ട ഭാവമില്ല. എല്ലാം കൊണ്ടും സിദ്ധുവിൻ്റെ മനസ്സാകെ മടുത്തു. എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്ന അവസ്ഥയായി അവന്.